ഫൈനലി കൂട്ടുകാർ നമ്മുടെ രാമോജി ഫിലിം സിറ്റി എക്സ്പ്ലോറിംഗ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരോടും ഒരു എളിയ റിക്വസ്റ്റാണ്, നമ്മുടെ ചാനൽ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് പോണേ. ഒരു ഫുൾ ഡേ കണ്ടു തീർക്കാനുള്ള കാഴ്ച വിസ്മയങ്ങളാണ് രാമോജി ഫിലിം സിറ്റിയുടെ ഒരുക്കിയിരിക്കുന്നത്. അതിൽ കുറേയൊക്കെ റീൽസ് വഴി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. ബാക്കി നോർമൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതിലിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് രാമോജി ഫിലിം സിറ്റിയുടെ ഉള്ളിലുള്ള കൃപാലു കേവ്സ് ആണ്. ഇതിനുള്ളിലുള്ള ഒരു പ്രധാന അട്രാക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ബുദ്ധ പ്രതിമയുടെ ട്രാൻസ്ഫോർമേഷൻ. ദ്രവ്യത്തിൻ്റെയും വിവരങ്ങളുടെയും വിഭജനം ഒരു സോളിഡ് സ്റ്റാറ്റിക് ശില്പത്തിൽ നിന്ന് തിളക്കമുള്ള LED സ്ക്രീനിലേക്കുള്ള മാറ്റം ഭൗതിക അല്ലെങ്കിൽ ദ്രവ്യത്തിനും ഡിജിറ്റൽ വിവരങ്ങൾക്കും ഇടയിലുള്ള മങ്ങുന്ന അതിരുകളെ പ്രതിനിധീകരിക്കുന്നു. സ്ഥിരതയുള്ളതായി തോന്നുന്ന പരമ്പരാഗത രൂപങ്ങൾക്ക് കീഴിൽ നാഗരികതയുടെ ഒരു പുതിയ പാളിയും വെർച്വൽ റിയാലിറ്റിയും തുടർച്ചയായി ഉയർന്നു വരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പുരാതന പഠിപ്പിക്കലുകളുടെ ആധുനിക ഒരു ജീവനുള്ള സാന്നിധ്യം പരമ്പരാഗതമായി ബുദ്ധ പ്രതിമകളെ വെറും കലാവസ്തുക്കളേക്കാൾ ജീവനുള്ള ജീവികളായി കണക്കാക്കുന്നു. പ്രതിമയെ സജീവമാക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ പ്രദർശനം ഈ ആശയത്തെ അക്ഷരാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നു. ബുദ്ധനെ ഒരു ചരിത്രാവശിഷ്ടമായിട്ടല്ല, മറിച്ച് സജീവവും തുടർച്ചയായതുമായ സാന്നിധ്യമായി കണക്കാക്കുന്നു. നൃത്തം എന്ന മോട്ടീഫ് ബുദ്ധനെ മിക്കപ്പോഴും നിശ്ചല സാന്നിധ്യത്തിൽ ചിത്രീകരിക്കുമ്പോൾ ഒരു നൃത്തം അല്ലെങ്കിൽ ചലിക്കുന്ന പ്രതിമ ബുദ്ധമത പഠിപ്പിക്കലുകളുടെ സജീവമായ പ്രചാരണത്തെയോ ബുദ്ധമതത്തിലേക്കുള്ള യാത്രയെയോ പ്രതിനിധീകരിക്കാൻ കഴിയും. ഇത് ലോകത്തിലെ ആന്തരിക സമാധാനത്തിൽ നിന്ന് ബാഹ്യപ്രവർത്തനത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തെ പ്രതീകപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷ്വലിനെ കുറിച്ച് ഇവർ വിവരിക്കുന്നത്.